അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിന്ന് മദീനത്തേക്ക് പോവാട്ടോ. മദീനത്തേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. ഞാനവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസ് എടുക്കും. കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചു, നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മുത്തുമണികളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ്. പിന്നെ എനിക്ക് പനിയും തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടിക്കാൻ വേണ്ടി നിൽക്കുക. കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അത് ചുമൻ്റെ സിറപ്പ് എനിക്ക് പറ്റൂല, അതുകൊണ്ട് മെഡിസിൻ എഴുതി തന്നു കേട്ടോ ഡോക്ടർ. കാരണം സിറപ്പ് കഴിക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മരുന്ന് മാറ്റി തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അങ്ങനെ ഗുളികയും മരുന്നൊക്കെ കുടിച്ച് പിന്നെ മദീനത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ ഇത് ഞാൻ പുതിയ മേടിച്ച പർദ്ദ കേട്ടോ. ഉമ്മാക്കും ഒരു പർദ്ദ മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പർദ്ദ മേടിച്ചിട്ടോ. അപ്പോൾ ആ പർദ്ദ മദീനത്തു നിന്ന് ഇടാന്ന് വെച്ചിട്ട് അതൊക്കെ എടുത്തതായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അതൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഒക്കെ പാക്കായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് മദീനത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടം ഡ്രസ്സും പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ പുതിയ പർദ്ദ അതുണ്ട്. എൻ്റെ മെഡിസിൻസ് ഉണ്ട് ഈ കവറിൽ. എൻ്റെ അടുത്ത് മറ്റേ വലിയ ബാഗ്, അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയ കവർ കൊണ്ടുപോകാൻ വിചാരിച്ചു. പിന്നെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കവർ വെക്കണം. ഉള്ളിൽ കയറുമ്പോൾ ഷൂ ഇടാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഇനി പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി എന്താ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വന്നില്ലേ? വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ അത് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇതാണോ ഈ വണ്ടിയാണോ? അപ്പം നമ്മൾ വണ്ടി ഉണ്ട് കഴിച്ച് ഞങ്ങൾ അറിയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങി ഷറഫിയിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബസ്സിൻ്റെ ഓഫീസിൽ പോയി പൈസ കൊടുത്ത് ബസ്സിൽ കയറി ഇരുന്നിട്ട് ഞാനും കാത്തി. ഓക്കെ, പിന്നെ ഇൻഷാ അല്ലാഹ് യാത്ര നല്ലതാവട്ടെ. എല്ലാവരും ദുആ ചെയ്യും, ഞാൻ ദുആ ചെയ്യാം കേട്ടോ. പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ കയറാൻ വേണ്ടി നിർത്തിയ കേട്ടോ. ബാത്റൂമിൽ മതി. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ വന്ന ബസ്. നമ്മൾ വാഷ്റൂം അവിടെ തീരെ വൃത്തിപ്പെടുക്കില്ല. നേരെ പള്ളീൻ്റെ അടുത്തേക്ക് പോവാണ്. ആകെ 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് അങ്ങ് ടൈം വന്നിങ്ങണത് വാഷ്റൂം പോന്നിട്ട്. ഇത് ആണുങ്ങളതാ പുറത്താവും പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി. വാഷ്റൂമിൽ പറയാറ് നമ്മളത് കഴിഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പോൾ ഇനി ബസ്സിൽ കയറാൻ പോവാം. ബസ് കയറിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കൂട്ടോ. ബസ് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം, കുടിക്കണം തന്നെ. പിന്നെ ഒരു കാര്യം, നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ ബസ്സിൽ തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളൊരു സബ്സ്ക്രൈബറുമാണ്. വീഡിയോസ് എപ്പോഴും കാണലുണ്ട്. തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഈ ബസ് ആ അല്ല, ആ ബസ് ഫസ്റ്റത്തെ മുന്നത്തെ
അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മദീനത്തേക്ക് പോണ വഴിയിൽ അതും ഞങ്ങൾ സെയിം ബസ്, ഒരേ ബസ് അതിൽ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം, ഹാപ്പിയായി. പിന്നെ 13ാമത്തെ നമ്പറാണ് ബസ്സിൻ്റെ അയച്ച നമ്പർ. അപ്പോൾ ഇനി ബസ് കയറിയിരിക്കട്ടെ, ഫ്രണ്ട് കൂടെ കയറാം. ഇതാണ് നമ്മൾ വന്ന ബസ്, കണ്ടോ? അപ്പോൾ ഇതാട്ടോ ബസ്, ഞങ്ങളിരിക്കണ സീറ്റ് ഇതാണ്. ഞാൻ ഈ അറ്റത്തിരിക്കണേ, അപ്പുറത്തിരിക്കണോ? ഞങ്ങളെ സീറ്റിൽ തന്നെ വന്നിരുന്നു. താത്തി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കും. ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് ദൂരമുണ്ട്. നേരെ വെളുക്കാൻ എത്തുണ്ട്. നേരെ വെളുക്കാത്ത 3 മണിക്ക് 3 മണിയാകുമ്പോൾ ഞങ്ങളിത് കഴിക്കട്ടോ. മറ്റേ മാങ്ങൻ്റെ ജ്യൂസും ചോക്ലേറ്റ് ജ്യൂസ് ഞാൻ 2 സാധനൻ്റെ തന്നെ വിശക്കും. പിന്നെ ഇപ്പം തന്നെ തടയാൻ വെച്ചിട്ടുണ്ട് നല്ലോണം. ോ കുട്ടികളെ അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. പിന്നെ ബസ്സിൽ ദുവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മദീനത്തെ എവിടെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് സിറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മൊത്തം മരുഭൂമി, മലകൾ, അതൊക്കെയാണ് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബസ്സിൽ നിന്ന് പുറത്തോട്ട് ചെറുതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സമയത്തിന് ശേഷം ഹുബ്ബ പള്ളിയിലെത്തി. അവിടെ 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല രസമായിട്ട് കാണാൻ. അതൊക്കെ കാണേണ്ട തന്നെയാണ്. അടിപൊളിയാണ് സ്ഥലങ്ങളൊക്കെ. അവിടെ സിയാറത്ത് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് സാധിക്കട്ടെ. അതുപോലെ മദീനത്ത് പോകാനൊക്കെ ഒരുപാട് പേർക്ക്. ഈ പള്ളി കാണാൻ എന്തോ ഒരു ഭംഗിയേറെ കാണാൻ. അതിങ്ങനെ നോക്കി നിൽക്കും. അതിന് മിനാരം കാണാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബസ് ഒരു സൈഡ് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ മുത്തുമണികളെ, നമ്മളെ മുത്ത് റസൂലിൻ്റെ മണ്ണിലെത്തി. സത്യം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്താ ഒരു എൻ്റെ ഇക്കാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേനു അല്ലേ താത്ത? എൻ്റെ ഇക്കാനും എൻ്റെ കുട്ടികളെയൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് കൊണ്ടുവരും. ആ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ ആണുങ്ങളെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്കാട്ട് പോയത്. പക്ഷെ നമുക്ക് അറിയില്ലേനു, ആദ്യമായിട്ട് പോവല്ലേ. അപ്പോൾ അവിടുന്ന് ഒരു അറബി ഇവിടെ അല്ല അപ്പുറത്താണ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെണ്ണുങ്ങളെ നിസ്കരിക്കണ ഭാഗത്തോട്ട് നടന്നു പോയി, ഞാനും താത്തയും. പിന്നെ വേറെ ഒരു മലയാളീസ് ഉണ്ടായിരുന്നു, കുറേ മലയാളി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള വഴി ആ ഭാഗത്താട്ടോ. നമുക്ക് അവിടുന്ന് ഒരു അറബി പറഞ്ഞു തന്നു, ഹിന ഹിന ഹിന. പിന്നെ ഞാൻ പെർമിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ റൗള കാണാൻ. ഞങ്ങൾ ഉള്ളൊക്കെ എടുത്തിട്ടോ. ഉള്ളൊടുത്തിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മാഷാ അല്ലാഹ് അവിടെ വന്നപ്പോൾ എന്താ അറിയില്ല, മനസ്സൊക്കെ ഒരു ഉംറ
മക്കത്ത് പോയാൽ അതേ ഫീൽ തന്നെയാണ് ഇവിടെ. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് പഠിച്ചവനോട്, ഒരുപാട് നന്ദി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അവിടെ എത്തുന്നൊന്നും ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചവനോട് ഒരുപാട് നന്ദി. നിസ്കരിച്ചിട്ട് കാണാം കേട്ടോ. രണ്ടരക്കത്ത് സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിലോട്ട് തന്നെ പോവാട്ടോ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇത് മസ്ജിദുൽ കുബ്ബ അവിടെ കേട്ടോ, മറ്റേ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം. അങ്ങനെ ഇവിടെ വന്ന് ദുആ ചെയ്തു എല്ലാവർക്കും വേണ്ടി. എനിക്ക് ഈ ഒരു സാധനം ഇത് പകലെ ഓപ്പൺ ആക്കുള്ളൂ. ഈ ഒരു ഇതുണ്ടോ കൊട, അത് നല്ല രസം കാണാൻ. അതിനി ഇവിടെ റൗലൻ്റെ കൂടെ പോകണം. റൗലൻ്റെ കൂടെ പോകുമ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഇനി ഞങ്ങൾ പോട്ടെ. ഒരുപാട് ഞാൻ വീണ്ടും പഠിച്ചവനോട് നന്ദി പറയാണ് ഗൈസ്. ഇനിയും ഞാൻ കാരണം ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനൊക്കെ അവസരം വരട്ടെ. എൻ്റെ മക്കൾ, എൻ്റെ ഇക്ക, അമ്മ, അപ്പ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. എന്ത് രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ വന്നാൽ നമ്മളെ മൈൻഡൊക്കെ എന്തോ ഒരു അത് പറയില്ലാറ് നല്ലത് അനുഭവിക്കുന്നതാണ് നല്ലത്. ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് ഇവിടെ വരണം. ഞാൻ ഇനിയും വരും ഇൻഷാ അല്ലാ. എനിക്ക് ആരോഗ്യവും ഇതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വീണ്ടും വരും ഇൻഷാ അല്ലാ. പഠിച്ചവന് ഇതിനുള്ള ഒരു വർക്കത്ത് എനിക്ക് തരണേ. നിങ്ങളും ദുആ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താനായി. നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ റീൽസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് വേറൊരു താത്ത ഉണ്ടായിരുന്നു. ആ താത്ത എനിക്ക് എടുത്തു തന്നെ കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് പരിചയം. പിന്നെ നമ്മളെ സബ്സ്ക്രൈബറൊക്കെ ബസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ബസ്സിൽ കയറി പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിൽ നിന്ന് പിന്നെ നേരെ റൗളിലേക്ക് പോകും ഇൻഷാ അല്ലാ. നേരെ റൂമിൽ പോയിട്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. എന്നിട്ട് റൗളിലേക്ക് പോകും കേട്ടോ. ഗൈസ് ഞങ്ങൾക്ക് റൂം നമ്പർ 304 കേട്ടോ. റൂം നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നല്ല ടിക്കറ്റിൽ നമുക്കൊരു കൂപ്പണുണ്ട്. കൂപ്പണിൽ എഴുതുന്നു. അതിൽ ഫുഡും റൂമും ഫ്രീ, റിട്ടേണും ഫ്രീ ആണ് കേട്ടോ. റൂമിലെ കഞ്ചൻ്റ് കേട്ടോ. അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കുക. കാരണം ഫോണിൽ ചാർജ് കുറവാണ്. ഓക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് ശുഹദാക്കളെ അവിടെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടോ. ശുഹദാക്കളെ അവിടെ പോയി ഉസ്താദ് ദുആ ചെയ്ത് നമ്മളെല്ലാവരും ആ ദുആയിലൊക്കെ ഉൾപ്പെട്ടു. പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് മക്കളെ ഈ ഒരു പള്ളീനെ കുറിച്ച്. അവിടെ ഉസ്താദ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ആ മലനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അവിടെ പോയ സമയത്ത് എനിക്ക് നമ്മളെല്ലാവരോടും ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മലനെ കുറിച്ചും എല്ലാതും. പിന്നെ നമ്മളങ്ങനെ വീണ്ടും അവിടുന്ന് യാത്ര ചെയ്ത് നേരെ റൂമിലേക്കാട്ടോ പോണത്. ഞാൻ ആദ്യം വിചാരിച്ച് നേരെ റൂമിലേക്കാണ് പോണേ. പക്ഷേ അത് നേരെ റൂമിലേക്കല്ല. അവിടെ പോയിട്ട് പിന്നെ റൂമിലേക്കാണ് പോണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലേക്ക് പോവാട്ടോ. ഹോട്ടല് 304 304 അപ്പോൾ ഇനി റൂമിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി പോവാണ്. നമ്മളെ റൂമോടെ അതന്നെ കുഞ്ഞു റൂമാണത്. അത് 304 വലിയൊരു ഹൗസ് ഇല്ലല്ലേ റൂമ്. അപ്പൊ റൂമിലെത്തി. റൂമിൽ 3 ബെഡ് ഉണ്ട്. ഇതിൽ ഏത് ബെഡിൽ വേണമെങ്കിലും കിടക്കാം. ഞാൻ ഇവിടെ കേട്ടോ കിടക്കണേ. കിടക്കാനത് നേരട്ടല്ല, ഇപ്പോൾ ഓടണം. റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻട്രൻസ്, ഇത് ബാത്റൂം ഇല്ല നോക്കിയില്ല. ഇതാണ് റൂം വരുന്നത്. AC ഇട്ടൊക്കെ നേരെ ഫ്രഷായിട്ട് തട്ടക്കൊന്ന് ശരിക്കും ചിറ്റിൻ്റെ സേഫ്റ്റി പിന്നെ അവിടെ ചാടിപ്പോയി ഗൈസ്. അപ്പോൾ സേഫ്റ്റി പിന്നില്ല. അപ്പം ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ റൗണ്ടിലേക്ക് പോകാട്ടോ. അതിന് അധികം സമയമൊന്നുമില്ല.
ഞാനിവിടെ വന്നിട്ട് ഇതിലായിട്ട് ഫാൻ കണ്ടിട്ടില്ല. എന്താ ഫാൻ കിടക്കണം. അയ്യോ ഫാൻ കാണാൻ പോകുന്നേ. അപ്പോൾ ബെഡൊക്കെ അടിപൊളി ബെഡ്, നല്ല നല്ല സ്പോഞ്ച് ബെഡാണ് ഗൈസ്. അപ്പം ഇനി ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, തല്ലാജ ഷൂ അവിടെ വിളിച്ചു. പിന്നെ അപ്പോൾ പിന്നെ നിങ്ങൾ ബ്രഷ് കൊടുത്തീനാ? ആ ആ അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, മതി. അവിടെ റൗലൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോസ് എടുക്കാം കേട്ടോ. ഞങ്ങൾ ഫ്രഷായി റൗലൻ്റെ അടുത്ത് പോവാം കേട്ടോ. അപ്പോൾ അവിടുന്ന് പോയിട്ട് ഫോൺ ചാർജ് കുറവാണ്. അപ്പോൾ ഇനി നിസ്കാരം കഴിഞ്ഞ ശേഷം അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. അതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഗൈസ്. ഇതിലെങ്ങനെ നടന്ന് പോവാണ്ട്. പകലാണെങ്കിൽ ശരിക്കും കാണാം, രാത്രി ആകുമ്പോൾ ഫുള്ള് ലൈറ്റായിട്ട് കാണാനായിട്ടുള്ളൂ. ഓരോ ഡോറിൻ്റെ വാതിൽക്കലും ഈ ഗേറ്റ് 362 363. അപ്പോൾ ഞാൻ റൗളിലേക്ക് പോകാനുള്ള പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റി. എല്ലാവരും ഓടിച്ചട്ട് അങ്ങോട്ട് പോയത്, കാരണം അവിടെ തുറക്കണമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പെർമിറ്റ് കിട്ടുമൊന്നുമില്ല. പക്ഷെ എനിക്ക് പെർമിറ്റ് കിട്ടി. അതിനൊരു ആപ്പ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ഇതുവാ ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞ കുട ഇതാട്ടോ, നല്ല രസം കാണാൻ. അത് അവിടെ പോയിട്ട് നേരിട്ട് കാണുമ്പോൾ തന്നെ ഉള്ളൂ അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ നമുക്ക് തിരിച്ച് പോവാട്ടോ. പിന്നെ നമുക്ക് പോവാം, നമുക്ക് തിരിച്ച് പോവാം. ഞങ്ങൾക്ക് മനസ്സിൽ ഇറങ്ങാറില്ല. മണികളെ അൽഹംദുലില്ലാ ഞാൻ എല്ലാം കണ്ടു. മക്ബറയിൽ പോയിട്ട് ദുആ ചെയ്തു. എല്ലാം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. ഇനി ലഹറു അസറൊക്കെ അങ്ങോട്ട് നിസ്കരിക്കാൻ വരണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സൂര്യന് കണ്ടോ എന്താണ്? എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാൻ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയല്ല, എനിക്ക് പഠിച്ചോന് ഇത്രയും ഒരു ഇത് തന്നത് അൽഹംദുലില്ലാ. എൻ്റെ ഫോണിൽ ചാർജില്ല കൈസ്. നമ്മളെ റൂമിൽ ചാർജർ കുത്താൻ പറ്റുന്നില്ല. മിക്കവാറും ഫോണ് ഇവിടുന്ന് ഞാൻ വൈൻഡ് അപ്പ് ആക്കും, കാരണം എനിക്ക് കൂടുതൽ എടുക്കണില്ല. അപ്പോൾ ഞാനിനി വീഡിയോ നിർത്താം കേട്ടോ. തീരെ ചാർജില്ല ഫോണിൽ. ചാർജ് റെഡ് ആയിട്ടുണ്ട്. ഇനി ബസ്സിൽ പോണ സമയത്ത് കുത്തി വെക്കേണ്ടി വരും. അങ്ങനെ നടന്ന് പോകാൻ നമുക്ക് നോക്കാം. ഇനി ആ ഭാഗത്താണോ? ആ ഭാഗത്തായിട്ടാണോ? അത് 350. അത് കഴിഞ്ഞ് 310 അപ്പോൾ അതാ 310. അപ്പം നമ്മൾ കുറേ അങ്ങോട്ടൊക്കെ പോണ്ടേ, ആയിക്കൂടെ പോണ്ടേ. അപ്പോൾ ശരി കേട്ടോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ പിന്നെ നല്ല നല്ല കമൻസ് ഇടുക. എല്ലാവർക്കും ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പടച്ചോന് തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. പിന്നെ അപ്പോൾ ശരി കേട്ടോ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഞാൻ കുറേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ ചാർജില്ല, പവർ ബാങ്ക് ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ശരി, ബൈ.